മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയങ്ങൾ കീഴടക്കിയ തിരുനബി ചരിതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നമ്മുടെ സീറത്തുൻ നബിയുടെ 3-ാമത്തെ എപ്പിസോഡിലാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലി ലീനിയേജിനെ കുറിച്ച് സംസാരിക്കാം ഇൻഷാ അള്ളാഹ്. നമ്മൾ ഇതിന് ആമുഖമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ ബയോഗ്രഫി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബയോഗ്രഫി, ജീവചരിത്രം. കാര്യം അത് നമ്മൾ അറിഞ്ഞാലേ എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടി ആണ് നമുക്ക് ഈ അള്ളാഹുവിൻ്റെ മെസ്സേജ്, ഈ വളരെ വിലയുള്ള മെസ്സേജ് ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ എത്തിച്ച് തന്നിരിക്കുന്നതിന് ഇതിന് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ഒന്ന്, പ്രവാചകനോടുള്ള സ്നേഹം നമുക്ക് വളരെയധികം വർദ്ധിക്കും സീറ പഠിച്ചു കഴിഞ്ഞാൽ. ഒന്ന്, ഇതേപോലെ തന്നെ ഖുർആനിൻ്റെ പരിഭാഷ, നമ്മൾ ഖുർആൻ വായിച്ച് മനസ്സിലാക്കി പിന്നെ നമ്മൾ നിസ്കരിക്കുമ്പം, അമല് ചെയ്യുമ്പം, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പം, പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അതിൻ്റെ ഒരു ഇഫക്റ്റ് തന്നെ വേറെയാണ്. അതായത് നമ്മുടെ ഇഖ്ലാസും നമ്മുടെ തഖ്വയും വർദ്ധിക്കാൻ ഖുർആൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, സീറത്തുൻ നബിയും ഖുർആനും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. നമുക്കെല്ലാവർക്കും പടച്ചവൻ അത് വായിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലി എന്തായിരുന്നു? ഫാമിലി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പര, അതിനെക്കുറിച്ച് പറയുന്നത് 3 ലെവലുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാപ്പ അബ്ദുള്ള, ഓക്കെ, അങ്ങനെ മുകളിലോട്ട് പോയിട്ട് അബ്ദുള്ളയുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, പിന്നെ ഹാഷിം, പിന്നെ അബ്ദി മനാഫ്, അങ്ങനെ പോയിട്ട് അദ്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വരെ ഉള്ള ആ ലീനിയേജ്. അതിനകത്ത് ഏകദേശം 21 ആൾക്കാരുണ്ട്. പ്രവാചകൻ്റെ മുകളിൽ 21 വ്യക്തികളുണ്ട്. അപ്പോൾ ഈ ചെയിൻ പറയപ്പെടുന്നത് ഒത്തൻറ്റിക്കാണ്. ഈ ചെയിൻ എഗ്രിമെൻ്റ്, അതായത് ഈ ജീനിയോളജി അല്ലെങ്കിൽ ഈ ബയോഗ്രാഫി എഴുതുന്ന പണ്ഡിതന്മാർ, ആൾക്കാർ, ജീനിയോളജി എന്ന് പറഞ്ഞാൽ വംശപരമ്പര റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് ഈ 21 ആൾക്കാരുടെ പേരുകൾ വളരെ കറക്റ്റാണ്, എഗ്രിമെൻ്റുണ്ട്. അത് കഴിഞ്ഞ് അദ്നാൻ മുതൽ ഇബ്രാഹിം അലൈഹിസ്സലാം വരെ, അതായത് ഇസ്മായിൽ അലൈഹിസ്സലാം പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം വരെയുള്ള ആ പേരുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഒരു പരമ്പര പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ ആദം അലൈഹിസ്സലാം വരെയുള്ള പേരുകൾ, ഇതിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പം അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതൊന്ന് ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ പേര് അബ്ദുള്ള, അബ്ദുള്ളയുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ വാപ്പ ഹാഷിം, ഓക്കെ. അത് കാരണമായിട്ട് പ്രവാചകൻ്റെ ഫാമിലിയെ ഹാഷിമൈറ്റ് എന്നാണ് പറയുന്നത്. ഹാഷിം പരമ്പര എന്നാണ് പറയുന്നത്, ഹാഷിമൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ ഹാഷിമിനെ കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം, ഓക്കെ. ഈ ഹാഷിമിൻ്റെ വാപ്പയുടെ പേര് നമ്മൾ പറഞ്ഞു അബ്ദി മനാഫ് എന്നാണ്. അബ്ദി മനാഫ്, ഹാഷിമിൻ്റെ വാപ്പ അബ്ദി മനാഫ്. അപ്പോൾ അബ്ദി മനാഫും അബ്ദി ദാർ എന്ന് പറയുന്ന 2 സഹോദരന്മാരാണ്. ഖുസൈ എന്ന് പറയുന്ന ആളുടെ മക്കളാണ്, ഓക്കെ. അബ്ദി മനാഫ്, അബ്ദി ദാർ, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ചെയ്തിട്ട് ഈ കാബയുടെ കാര്യങ്ങൾ ആര് മേൽനോട്ടം വഹിക്കും, ഈ ഭക്ഷണം, പാനീയങ്ങൾ, ഈ അവിടെ വരുന്ന ഈ പിൽഗ്രിംസ്, അതായത് തീർത്ഥാടനത്തിന് വരുന്ന പിൽഗ്രിംസിന് ഭക്ഷണം ആര് കൊടുക്കും, വെള്ളം ആര് കൊടുക്കും, ഇതൊക്കെ അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അബ്ദി മനാഫിൻ്റെ ഈ ഖുസൈയുടെ മക്കൾ അബ്ദി മനാഫും അബ്ദി ദാറും തമ്മിൽ എഗ്രി ചെയ്ത് അവർ ഈ റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത്, അതിനകത്ത് അബ്ദി മനാഫിൻ്റെ കീഴിലാണ് ഈ ഭക്ഷണവും പിന്നെ
അതേപോലെ തന്നെ പാനീയങ്ങളും ഇവർക്ക് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി വന്നു, അതായത് പിൽഗ്രിംസിന് കൊടുക്കാൻ. അപ്പോൾ അബ്ദു മനാഫിൻ്റെ മകനായ ഹാഷിം അത് ഏറ്റെടുത്തു. ആ കാര്യങ്ങൾ ഹാഷിം വളരെ നല്ല രീതിയിൽ ചെയ്തു. ഹാഷിം നല്ല പണമുള്ള ഒരാളായിരുന്നു, അതുപോലെ തന്നെ സത്യസന്ധനായിരുന്നു, ഓണസ്റ്റായിരുന്നു. അപ്പോൾ ഹാഷിമാണ് അത് ചെയ്തു വന്നത്. ഇത് കഴിഞ്ഞിട്ട് ഹാഷിം ഇവിടെ നിന്ന് ഒരു മദീനക്കൊരു ട്രിപ്പ് പോയി. സിറിയ മക്കയിൽ നിന്ന് നേരെ മുകളിലോട്ട് സിറിയയിലോട്ടൊരു ട്രിപ്പ് പോയി. അവിടെ പോയി കച്ചവടത്തിന് പോയതാണ്. അവിടെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഹാഷിം മദീനത്ത് തങ്ങിയിട്ട് അവിടെ ഉള്ളൊരു ഗോത്രത്തലവൻ്റെ മകളായ സെൽമയെ കല്യാണം കഴിച്ചു. അപ്പോൾ ഹാഷിമിൻ്റെ ഭാര്യ സെൽമയുടെ വാപ്പയുടെ പേര് അമ്ർ എന്നാണ്. അത് ബനി അദി ബിൻ നജ്ജാർ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ ഒരു തലവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് സെൽമ. അപ്പോൾ സെൽമയെ കല്യാണം കഴിച്ചു, അവിടെ തന്നെ തങ്ങി കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ട് ഹാഷിം രണ്ടാമത് പിന്നെയും സിറിയയിലോട്ട് പോയി അവിടെ പോയ ആ വഴിയിൽ പിന്നെ ഗാസ പലസ്തീനിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അപ്പം അവിടെ പോയി മരണപ്പെട്ടു. ഈ പോകുന്ന സമയത്ത് ഓൾറെഡി സെൽമ പ്രഗ്നൻ്റാണ്. സെൽമ ഈ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മകനെ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞു, മദീനത്ത് വാർത്ത അറിഞ്ഞു. അത് കഴിഞ്ഞ് സെൽമ പ്രസവിച്ച കുട്ടി അതിന് അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേരിട്ടു. ഈ അബ്ദുൽ മുത്തലിബ് ജനിക്കുമ്പം ഒരു വെള്ള മുടി അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്നു. അത് കാരണമായിട്ട് അവർ ഒരു നിക്നെയിം, ഒരു പേര് വിളിച്ചു അബ്ദുൽ മുത്തലിബിന്. ഷെയ്ബ എന്നുള്ള പേര്, ഷെയ്ബ എന്ന് പറഞ്ഞാൽ കിളവെന്നാണ്, ഷെയ്ബ എന്നുള്ള പേര് വിളിച്ചു അവരെ, അബ്ദുൽ മുത്തലിബിനെ. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ അവിടെ ജനനം നടന്നത് ഹാഷിമിൻ്റെ നാടും വീടുമായ മക്കയിൽ അവരറിഞ്ഞിട്ടില്ല. അവിടെ ആ അറിവ് എത്തിയിട്ടില്ല അബ്ദുൽ മുത്തലിബിൻ്റെ ജനനം നടന്നത്. അബ്ദുൽ മുത്തലിബ് ജനിച്ചതും വളർന്നതും മദീനയിലാണ്. അവിടെ സെൽമയുടെ വാപ്പയുടെ വീട്ടിലാണ് അബ്ദുൽ മുത്തലിബ് വളർന്നത്. അപ്പോൾ ഇവിടെ മക്കയിൽ ഹാഷിമിൻ്റെ സഹോദരൻ അൽ മുത്തലിബ് എന്ന് പറയുന്ന ഒരാൾ, അൽ മുത്തലിബ് ഹാഷിമിൻ്റെ സഹോദരൻ, അദ്ദേഹം ആണ് ഹാഷിമിൻ്റെ കാര്യങ്ങളൊക്കെ, പിന്നെ ഈ പറയുന്ന ഫുഡ്, പിന്നെ ഹാജിമാർക്ക് അവിടെ വരുന്ന തീർത്ഥാടനം ചെയ്യാൻ വരുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഹാഷിമിൻ്റെ മരണശേഷം ഇദ്ദേഹമാണ്. ഹാഷിമിൻ്റെ സഹോദരനാണ്, അൽ മുത്തലിബ് എന്നാണ് പേര്. അപ്പോൾ ഇദ്ദേഹം ഈ ഹാഷിമിൻ്റെ മകൻ ഇവിടെ മദീനയിലുണ്ട്, പ്രായമായി വളർന്നു എന്ന് അറിഞ്ഞ ശേഷം അൽ മുത്തലിബ് മക്കയിൽ നിന്ന് മദീനയിൽ വന്നു. ഈ ഹാഷിമിൻ്റെ മകനെ വിളിച്ച് തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ, അതായത് വാപ്പയുടെ നാടായ മക്കയിലോട്ട് കൊണ്ടുപോകാൻ വന്നു. പിന്നെ മകനെ കണ്ടപ്പം, സഹോദരൻ്റെ മകനെ കണ്ടപ്പം വളരെ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ണീര് വന്ന് കരഞ്ഞു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു, വളരെയധികം അവർ ഹഗ് ചെയ്തു രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ സഹോദരൻ്റെ മകനെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ തുനിഞ്ഞു. അപ്പം അബ്ദുൽ മുത്തലിബ് പോകാൻ റെഡിയായില്ല. പിന്നെ ഉമ്മയോട് ചോദിക്കാതെ, ഉമ്മയുടെ പെർമിഷൻ ഇല്ലാതെ, ഉമ്മയുടെ സമ്മതമില്ലാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയോട് ചോദിച്ചാൽ ഉമ്മയും പറഞ്ഞ് അയക്കാൻ ഉമ്മയും മനസ്സ് കാണിച്ചില്ല, മോനെ മക്കയിലോട്ട് അയക്കാൻ മനസ്സ് കാണിച്ചില്ല. പക്ഷേ അൽ മുത്തലിബ് എക്സ്പ്ലെയിൻ ചെയ്തു, അതായത് നിങ്ങളുടെ ഈ കുട്ടിയുടെ വാപ്പാടെ ഹാഷിമിൻ്റെ ചുമതലകൾ അവിടെയുണ്ട്, സ്ഥാനവും മാനമുള്ള ഒരാളായിരുന്നു. അവിടെ മക്കയിൽ അബ്ദുൽ മുത്തലിബ് അവിടെ വന്ന് ഈ സ്ഥാനങ്ങളും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ വാപ്പായുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം. പിന്നെ കാബയുടെ പരിസരത്താണ് താമസം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് മൂപ്പര് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന സഹോദരൻ്റെ മകനെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ വാങ്ങിച്ചു. മക്കയിലെത്തി. മക്കയിൽ വന്നപ്പോൾ ആൾക്കാരൊക്കെ അബ്ദുൽ മുത്തലിബിനെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. കാരണം ഇത് ചെറിയൊരു പയ്യനാണ്. അപ്പം ഇതൊരു അൽ മുത്തലിബിൻ്റെ അടിമയാണ് എന്ന് അവർ ധരിച്ചു. പക്ഷേ അൽ മുത്തലിബ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതെൻ്റെ അടിമയല്ല, ഇതെൻ്റെ സഹോദരൻ്റെ മകനാണ്. ആ സഹോദരൻ്റെ മകനെ വളരെ സ്നേഹത്തോടു കാര്യങ്ങളൊക്കെ അൽ മുത്തലിബ് ചെയ്തു കൊടുത്തു. എന്നിട്ട് അവർ അബ്ദുൽ മുത്തലിബിനെ വാപ്പ ചെയ്തിരുന്ന മറ്റേ ഫുഡ് കൊടുക്കലും
അതേപോലെ തന്നെ പാനീയങ്ങൾ കൊടുക്കലും അതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് വലിയ താമസം കൂടാതെ അൽ മുത്തലിബ് എന്ന് പറയുന്ന ഇയാളുടെ ഹാഷിമിൻ്റെ സഹോദരൻ മരിച്ചുപോയി. അങ്ങനെ അൽ മുത്തലിബ് മരിച്ചപ്പം അൽ മുത്തലിബിൻ്റെ സഹോദരൻ നൗഫൽ എന്ന് പറയുന്ന അയാൾ ഈ അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിൽ നിന്നും ഈ റെസ്പോൺസിബിലിറ്റിയൊക്കെ, അതായത് ഭക്ഷണം കൊടുക്കലും പാനീയം കൊടുക്കലും, ഇതെല്ലാം അവർ വളരെ വലിയ വലിയ കർമ്മങ്ങളായിട്ട് അവർ കണക്കാക്കിയിരുന്നു. ആ സ്ഥാനങ്ങളൊക്കെ അവർക്കുള്ളത് വലിയൊരു പേരും പെരുമയ്ക്കുമുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ ആരും വിട്ടുകൊടുക്കാറില്ല. കാര്യം ഇതൊക്കെ വലിയ വലിയ പൊസിഷൻസാണ്. അപ്പം അൽ മുത്തലിബ് മരിച്ചപ്പം അയാളുടെ സഹോദരൻ നൗഫൽ അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിൽ നിന്നും ഈ കാര്യങ്ങൾ, ഈ റെസ്പോൺസിബിലിറ്റി പിടിച്ചു പറിച്ചെടുത്തു. അതായത് ഈ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അവിടുത്തെ ഖുറൈശി തലവന്മാരോട് കംപ്ലയിൻ്റ് ചെയ്ത്, അതായത് എൻ്റെ കയ്യിൽ നിന്ന് അനധികൃതമായിട്ട് ഈ റെസ്പോൺസിബിലിറ്റീസ് നൗഫൽ തട്ടിപ്പറിച്ചെടുത്ത്. അപ്പം ഖുറൈശികൾ തലവന്മാർ അവർ അത് കൂട്ടാക്കിയില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഇത് റിസോൾവ് ചെയ്യാനോ. അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ പക്ഷവും പിടിച്ചില്ല, നൗഫലിൻ്റെ പക്ഷവും പിടിച്ചില്ല. അവർ ഇതിനെക്കുറിച്ചൊന്നും ചെയ്തില്ല, ഒരു ആക്ഷൻ എടുത്തില്ല. അങ്ങനെ അബ്ദുൽ മുത്തലിബ് തൻ്റെ ഉമ്മയുടെ നാടായ മദീനയിലേക്ക് ഒരു കത്തയച്ചു, ഒരു മെസ്സേജ് അയച്ചിട്ട് ഉമ്മയുടെ ആങ്ങളെ അടുത്ത് പരാതി പറഞ്ഞ്, എന്നെ ഇങ്ങനെ ഇവർ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ റെസ്പോൺസിബിലിറ്റി, അതായത് ഇദ്ദേഹത്തിൻ്റെ വാപ്പാടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു, അതിങ്ങനെ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്, എനിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് ഇവിടെ മെസ്സേജ് അയച്ചു. അങ്ങനെ മെസ്സേജ് അയച്ചപ്പം മദീനയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവൻ, ഉമ്മയുടെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് അബൂ സയ്യിദ് ബിൻ അദി എന്നാണ്. അദ്ദേഹം ഈ മെസ്സേജ് കിട്ടിയപ്പം മദീനത്തുനിന്ന് 80 കുതിരപ്പടയാളികളുമായിട്ട് പുറപ്പെട്ട് മക്കയിലെത്തിയിട്ട് അദ്ദേഹം അബ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബ് പോയി കണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞ്, ഇല്ല ഇപ്പോഴും വരത്തില്ല, ആദ്യം നൗഫലുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചിട്ട് പിന്നെ കാണാം, ആദ്യം നൗഫലിനെ കാണണം. അങ്ങനെ നൗഫലിനെ കണ്ട് നൗഫൽ കാബയുടെ പരിസരത്ത് കുറച്ച് ഖുറൈശി തലവന്മാരുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ അമ്മാവൻ നേരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, നൗഫലിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, നീ എൻ്റെ നെഫ്യൂ, അതായത് എൻ്റെ സഹോദരൻ, എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ഈ ചുമതലകൾ നീ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ ഇപ്പം ഞാൻ നിന്നെ ഈ വാള് കൊണ്ട് നിന്നെ വെട്ടും എന്ന് പറഞ്ഞു, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ പേടിപ്പിച്ചപ്പം സംഗതി ഇദ്ദേഹം നൗഫലെടുത്തതും ശരിയായ രീതിയല്ല, കാര്യമല്ല. അപ്പോൾ നൗഫലിന് കാര്യം മനസ്സിലായി, ഇത് ശരിയായി മുമ്പോട്ട് പോകത്തില്ല. നൗഫൽ പറഞ്ഞില്ല, ഞാൻ ആ റെസ്പോൺസിബിലിറ്റീസൊക്കെ തിരിച്ച് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം എല്ലാ ഖുറൈശികൾ തലവന്മാരും എല്ലാം അതിന് വിറ്റ്നസ്സായിരുന്നു. അങ്ങനെ ആ പ്രശ്നം അവിടെ വെച്ച് സോൾവായി. പിന്നെ ഈ അമ്മാവൻ അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിൽ 3 ദിവസം തങ്ങി അവിടെ ഉംറ ചെയ്ത് തിരിച്ച് മൂപ്പര് മദീനത്തോട്ട് പോയി. ഈ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ, ജീവിതത്തിൽ 2 വലിയ സംഭവങ്ങൾ വിറ്റ്നസ് ചെയ്തു. 2 വലിയ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായി. ഒന്ന്, ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ മക്കയിൽ ആദ്യം താമസിച്ചിരുന്ന ഒരു ഗോത്രം ജുർഹൂം എന്ന് പറയുന്നൊരു ഗോത്രം ഉണ്ടായിരുന്നു. അവർക്ക് ഇവിടുന്ന് വേറൊരു അറബ് ഗോത്രം വന്ന് അവരെ ഇവിടുന്ന് പുറത്താക്കി. ഇവരിവിടുന്ന് നാട് വിട്ട് പോകുന്ന, ആ ജുർഹൂം ഇവിടുന്ന് നാട് വിട്ട് പോകുന്നതിന് മുമ്പ്, മക്ക വിട്ട് പോകുന്നതിന് മുമ്പ് അവർ ആ സംസമിൻ്റെ വെള്ളം, ആ കിണർ അവർ അടച്ചുപൂട്ടി. അതായത് കല്ലും മണ്ണുമൊക്കെ ഇട്ട് അവർ അടച്ചുപൂട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ അവരുടെ കുറച്ച് സാധനങ്ങളും ബിലോങ്ങിങ്സുമൊക്കെ അത് ആ മറ്റേ വെല്ലിൽ, ആ കിണറിലിട്ട്, സംസമിൻ്റെ കിണറിലിട്ട്, കിണർ പൂട്ടി ആരും ആ വെള്ളം എടുക്കരുത് എന്നുള്ള ഒരു പ്ലാനിൽ അത് അടച്ചുപൂട്ടി. അബ്ദുൽ മുത്തലിബിന് പടച്ചവനൊരു സ്വപ്നം കാണിച്ചു കൊടുത്ത് അതിൻ്റെ ആ സംസം വെള്ളത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ആ സ്ഥലത്ത് പോയിട്ട് കുഴിച്ചു, വെള്ളം കിട്ടി. അപ്പോൾ അവിടെ കുഴിക്കുമ്പം അതിനകത്തുനിന്ന് ഈ അബ്ദുൽ മുത്തലിബിന്
ഇവരുടെ ജുർഹൂം ഗോത്രക്കാർ അവിടെ ഇട്ട് പോയ അവരുടെ വാളും പരിചയം അത് കിട്ടി. പിന്നെ അത് കൂടാതെ അവർ ഈ മാൻ്റെ 2 പ്രതിമകൾ ഈ സ്വർണത്തിലുണ്ടാക്കിയ റിയൽ സ്വർണത്തിലുണ്ടാക്കിയ 2 പ്രതിമകൾ അതും അതിനകത്ത് ഇട്ടിട്ട് അടച്ചുപൂട്ടിയിട്ടാണ് പോയത്. അബ്ദുൽ മുത്തലിബ് ഇതെല്ലാം കുഴിച്ചെടുത്ത് എന്നിട്ട് ഈ മാനും ഈ വാളുകളും ഇത് കാബയുടെ എൻട്രൻസിൽ ഡെക്കറേഷനായിട്ട് അവരവിടെ വെച്ചു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൻ്റെ കാര്യം, സംസം വെള്ളം അങ്ങനെ ഈ അബ്ദുൽ മുത്തലിബ് കണ്ടുപിടിച്ചപ്പം ബാക്കിയുള്ള ഖുറൈശികൾ അവരും അതിനകത്ത് അവകാശം പറഞ്ഞു. അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് അവകാശം പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് അത് വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവിടെ തർക്കമായപ്പോഴത്തേക്ക് അവിടെ അവർ തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം. ബനി സാദ് എന്ന് പറയുന്ന ഒരു ഗോത്രക്കാരുണ്ട്. അവിടെ ഈ കാര്യങ്ങളൊക്കെ ഈ അമ്പൊക്കെ ഇട്ട് നോക്കി ആൾ പറഞ്ഞു തരും. അതായത് ഈ കൈനോട്ടക്കാരും അതുപോലെ തന്നെ ഹസ്തരേഖാശാസ്ത്രം അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ഡൈസൊക്കെ എറിഞ്ഞിട്ട് ഈ പറയുന്നത് ഇത് ഇന്ന ചെയ്യണം അങ്ങനെ ചെയ്യണം. അവിടെ ഒരാളുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അയാൾ ചോദിക്കാം, അയാളുടെ അഭിപ്രായം എടുക്കാം. ഇത് വെള്ളത്തിൻ്റെ ഈ സംസം വെള്ളത്തിൻ്റെ ഉടമസ്ഥർ ആരായിരിക്കും ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ അവരവിടെ പോകാനായിട്ട് പുറപ്പെട്ടു. പക്ഷേ വഴി വെച്ചിട്ട് എന്തോ ഒരു ദൃഷ്ടാന്തം പടച്ചവൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മനസ്സിലായി ഇത് അബ്ദുൽ മുത്തലിബിന് ഉള്ളതാണ്, അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വന്നു, ആ സംസം വെള്ളത്തിൻ്റെ ഓണർഷിപ്പ്. അങ്ങനെ സംസം വെള്ളത്തിൻ്റെ ഓണർഷിപ്പ് അബ്ദുൽ മുത്തലിബിന് കിട്ടിയപ്പം അബ്ദുൽ മുത്തലിബ് ആ സന്തോഷത്തിൽ ഒരു പ്രതിജ്ഞ എടുത്ത്, ഒരു ഓഫർ പടച്ചവന് ഒരു ഓഫർ ചെയ്ത്. അതായത് എനിക്ക് 10 ആൺകുട്ടികൾ കിട്ടിയാൽ അതിൽ ഒരാളെ ഞാൻ കാബയ്ക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യും, അതായത് ബലി അർപ്പിക്കും. 10 ആൺകുട്ടികളുണ്ട് കിട്ടിയാൽ അതിൽ ഒന്നിനെ ഞാൻ കാബയ്ക്ക് വേണ്ടി ബലി അർപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ഈ അബ്ദുൽ മുത്തലിബിന് 10 ആൺകുട്ടികളായി. 10ാമത്തെ ആൺകുട്ടി ആയപ്പോഴത്തേക്ക് അബ്ദുൽ മുത്തലിബ് ആ കുട്ടികൾ ഒരു വിധം പ്രായമായപ്പോഴത്തേക്ക് അബ്ദുൽ മുത്തലിബ് അവരെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഒരു പ്രതിജ്ഞ ഞാൻ ചെയ്തിട്ടുണ്ട്, കാബയ്ക്ക് വേണ്ടി നിങ്ങളിൽ ഒരാളെ ഞാൻ സാക്രിഫൈസ് ചെയ്യും, ബലി അർപ്പിക്കും എന്ന് ഞാനൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് വേറെ വഴിയില്ല, അവർ സമ്മതിച്ച്. പക്ഷേ അതിനുവേണ്ടി ഈ പറഞ്ഞ പോലെ ഈ അമ്പ് ഇവരെല്ലാം ചെയ്യുന്ന ഇതാണ്, ഈ അമ്പ് വെച്ചിട്ട് ഇവർ നറുക്കെടുക്കും. ഈ അമ്പിൽ പേര് എഴുതിയിട്ടുണ്ടാവും, ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ആ അമ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഒരാളുടെ പേരെടുത്തു. അങ്ങനെ പേരെടുത്തപ്പോൾ കിട്ടിയത് അബ്ദുള്ള ആണ്. അബ്ദുള്ള ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫ്യൂച്ചർ വരാൻ പോകുന്ന വാപ്പാണ്. ജനിക്കാൻ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാകാൻ പോകുന്ന ആളാണ് അബ്ദുള്ള. അബ്ദുള്ളയുടെ പേരിലാണ് ഇത് വന്നത്. അങ്ങനെ അബ്ദുള്ളയും കൂട്ടി കത്തിയും എടുത്ത് ഈ അറുക്കാനായിട്ട് അബ്ദുള്ളയെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം അബ്ദുൽ മുത്തലിബ് കാബയിലോട്ട് കൊണ്ടുപോയി. പക്ഷേ അബ്ദുൽ മുത്തലിബിൻ്റെ റിലേറ്റീവ്സ്, ബന്ധുക്കാർ, അതുപോലെ തന്നെ അബ്ദുള്ളയുടെ സഹോദരൻ അബൂ താലിബ് ഇവരെല്ലാം ഒബ്ജക്റ്റ് ചെയ്ത്, ഇവർ നിങ്ങൾ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യേണ്ട, ഇത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ വന്നപ്പം ഏതായാലും ഒരു പ്രതിജ്ഞ ചെയ്തു പോയല്ലോ, പടച്ചവനൊരു പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് ഒരാളെ ബലി അർപ്പിക്കുമെന്ന് പറഞ്ഞ് അതിന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അവർ പറഞ്ഞ്, അവിടെ ഒരു സ്ത്രീയുണ്ട്, ഇതേപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ഈ അമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നറുക്കെടുക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അതായത് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ത്രീയുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കാം, അവരെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. അങ്ങനെ അവരെ വിളിച്ചപ്പം ആ സ്ത്രീ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതായാലും ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, ഓക്കെ, ഈ പറഞ്ഞ ഈ സ്ലോട്ടർ ചെയ്തേ പറ്റൂ, അതിന് പകരമായിട്ട് ഒരു പോംവഴി ഉള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, അബ്ദുള്ള ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് അബ്ദുള്ള, അതിൻ്റെ അടുത്ത ഭാഗത്ത് നിങ്ങൾ 10 ഒട്ടകങ്ങൾ, അപ്പോൾ ഈ നറുക്കെടുക്കുക, അതായത് ഈ അമ്പ് വെച്ചിട്ട് നറുക്കെടുത്താൽ അതിനകത്ത് ഒന്നെങ്കിൽ അബ്ദുള്ള അല്ലെങ്കിൽ 10 ഒട്ടകങ്ങൾ, അങ്ങനെ ആക്കാൻ പറഞ്ഞു. അങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് പിന്നെയും വന്നത് അബ്ദുള്ളയാണ്. അങ്ങനെ പിന്നെയും വന്ന് അപ്പോൾ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അബ്ദുള്ള അപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒന്നുകൂടെ ചെയ്യാം, ഈ 10 ഒട്ടകം എന്നുള്ളത് 10 കൂടെ കൂട്ടിയിട്ട് 20 ആക്കാൻ പറഞ്ഞു.
അങ്ങനെ അബ്ദുള്ള ഒരു ഭാഗത്ത്, 20 ഒട്ടകം മറ്റേ ഭാഗത്ത്, പിന്നെ 30 പിന്നെ 40. എല്ലാ പ്രാവശ്യവും നറുക്കെടുക്കുമ്പം അബ്ദുള്ളയുടെ പേരാണ് വരുന്നത്. പിന്നെയും 10 ഒട്ടകങ്ങളുടെ വീതം ഇങ്ങനെ ആഡ് ചെയ്ത് പോയി. അവസാനം 100 ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് 100 ഒട്ടകങ്ങളായി, ഈ ഭാഗത്ത് അബ്ദുള്ള. അവിടെ വന്നപ്പോഴത്തേക്ക് ആ 100 ഒട്ടകങ്ങളുടെ പേരിലുള്ള നറുക്ക് വന്ന് അങ്ങനെ അബ്ദുള്ളയുടെ ജീവൻ അവിടെ അവർ സ്പെയർ ചെയ്ത് അവർ അവിടെ ബാക്കി വെച്ച് ഈ 100 ഒട്ടകങ്ങളെ അവർ അറുത്ത്. അതായത് അബ്ദുള്ളയെ ഒരു മകനെ സാക്രിഫൈസ് ചെയ്യുമെന്ന് പറഞ്ഞ് അതിന് പകരമായിട്ട് 100 ഒട്ടകങ്ങൾ. അങ്ങനെ അവിടുത്തെ സമ്പ്രദായത്തിൽ ഈ ബ്ലഡ് മണി എന്ന് പറയുമ്പോൾ ദിയ എന്ന് അറബി പറയും, ബ്ലഡ് മണി എന്ന് പറയും. ഒരാളെ കൊന്നാലുള്ള കൊലപാതകത്തിനുള്ള പ്രായശ്ചിത്തം ആയിട്ട് 100 ഒട്ടകങ്ങൾ, അങ്ങനെ ഒരു കണക്കുകൂട്ടലും അവിടെ വന്നു. അങ്ങനെ 100 ഒട്ടകങ്ങളെ അബ്ദുൽ മുത്തലിബ് സാക്രിഫൈസ് ചെയ്ത്. അപ്പോൾ ഈ ഒരു സംഭവം ഈ സംസം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായൊരു സംഭവമാണ്. ഇത് കാരണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, ഞാൻ 2 ഈ സ്ലോട്ടർ ചെയ്യാൻ കൊണ്ടുപോയ 2 ആൾക്കാരുടെ മകനാണ് എന്ന് പറഞ്ഞു. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഇതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം അറുക്കാൻ കൊണ്ടുപോയതാണ്. പടച്ചോൻ അവിടെ നിർത്തി ഒരു പകരൊരു ആടിനെ ഏൽപ്പിച്ചു, ഒരു ആടിനെ കൊടുത്തു. ഇതേപോലെ തന്നെ അബ്ദുള്ളയും ബലിയർപ്പിക്കാൻ കൊണ്ടുപോയതാണ്. അതിന് പകരം പിന്നെ 100 ഒട്ടകങ്ങൾ കൊടുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഞാൻ 2 സ്ലോട്ടർ ചെയ്യാൻ കൊണ്ടുപോയ 2 ആൾക്കാരുടെ മകനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ സംഭവമാണ് അബ്ദുൽ മുത്തലിബിൻ്റെ ജീവിതത്തിലുണ്ടായത്. രണ്ടാമത്തെ ഒരു കാര്യം അബ്ദുൽ മുത്തലിബിൻ്റെ ജീവിതത്തിലുണ്ടായത്, ഇവിടെ ഈ യമനിൽ ആ സമയത്ത് ഭരിക്കുന്നത് അബിസീനിയാണ്. അബിസീനിയ എന്ന് പറയുന്നത് ഇന്നത്തെ എത്യോപ്യ അന്നത്തെ അബിസീനിയ റോമൻ ചക്രവർത്തിയുടെ കൂടെയാണ്. അവർ റോമൻ എംപയറിൻ്റെ കൂടെ ആണ് അവരുടെ അതായത് അലീജിയൻസ്. അങ്ങനെ അബിസീനിയ അവിടെ ഭരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗവർണർ, അയാളുടെ പേര് അബ്രഹ എന്നാണ്, ഈ യമനിലുണ്ടായിരുന്ന ഗവർണർ. ഈ അബ്രഹ നോക്കുമ്പോൾ മനസ്സിലാക്കിയത്, ഈ മക്കയിൽ ഇങ്ങനൊരു കാബ എന്ന് പറയുന്ന സംഗതി മക്കയിലുണ്ട്. അബ്രഹ ക്രിസ്ത്യനാണ്, അബിസീനിയക്കാർ ക്രിസ്ത്യൻസാണ്, റോമൻ ചക്രവർത്തി ക്രിസ്ത്യനാണ്. അപ്പം അബ്രഹ നോക്കുമ്പം ഇവിടെ ഒരു കാബ എന്ന് പറയുന്ന സംഗതി മക്കയിലുണ്ട്. ആൾക്കാരെല്ലാം പലയിടത്തു നിന്നും അവിടെ വരുന്നുണ്ട്. കാബയിലൊക്കെ ആൾക്കാർ പോകുന്നു. കാബക്ക് ഭയങ്കര പ്രാധാന്യതയുണ്ട്. അപ്പോൾ അബ്രഹ വിചാരിച്ചൊരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇവിടെ യമനിൽ സനായിൽ ഒരു ചർച്ച്, ഒരു വലിയൊരു മന്ദിരം ഉണ്ടാക്കാം. എന്നിട്ട് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. മക്കയിൽ പോകുന്നതിന് പകരം ആൾക്കാർ ഇവിടെ വരട്ടെ. ഇത് നമുക്കൊന്ന് വലുതാക്കി എടുത്തിട്ട് സെൻറ്റർ ഓഫ് അറ്റൻഷൻ ഇതാക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അബ്രഹ വലിയൊരു മന്ദിരം ഒക്കെ പണിതു. പക്ഷേ ആരും അവിടെ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഒരാൾ കിനാന എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ ഒരു അറബ്, അയാൾക്കിത് മനസ്സിലായി. അതായത് ഈ അബ്രഹയുടെ പദ്ധതി ഈ കാബ എന്ന ആൾക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയാണെന്ന് അയാൾക്ക് കിനാന എന്നുള്ള ഒരു ഗോത്രക്കാരന് മനസ്സിലായി. അപ്പോൾ അയാൾ ഒരു രാത്രി അവിടെ പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ മതിലിൽ അയാൾ മാലിന്യം എല്ലാം തേച്ചിട്ട് അത് വൃത്തികേടാക്കി. ഓക്കെ, ഈ അബ്രഹയുടെ ഈ ചർച്ചിൻ്റെ മതിൽ. അപ്പോൾ അബ്രഹക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായ ദേഷ്യം വന്നു. അപ്പോൾ അബ്രഹ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു ആനയുടെ പട ഒരുക്കി. എന്നിട്ട് അതിനകത്ത് 9 മുതൽ 13 വരെ ആന ഉണ്ടായിരുന്നു, വലിയ വലിയ ആനകൾ. അതിനകത്ത് ഏറ്റവും വലിയ ആന അയാൾ സഞ്ചരിക്കാനായിട്ട് എടുത്ത്, അങ്ങനെ ഈ ഒരു ആനയുടെ പടയുമായിട്ട് 60,000 പടയാളികളുമായിട്ട് ഇയാൾ മക്കയിലോട്ട് മാർച്ച് ചെയ്ത്, അതായത് ഈ കാബ തകർക്കാനുള്ള പ്ലാനുമായിട്ട് അയാൾ മക്കയിലോട്ട് മാർച്ച് ചെയ്ത്. അപ്പോൾ ഈ മക്കയിലോട്ട് മാർച്ച് ചെയ്ത സംഭവം, ഇത് അബ്ദുൽ മുത്തലിബിൻ്റെ ലൈഫിലുണ്ടാകുന്ന രണ്ടാമത്തെ സംഭവമാണ്. ഒന്ന് സംസമിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടുപിടുത്തം, പിന്നെ രണ്ടാമത്തത് ഈ അബ്രഹയുടെ ഇൻസിഡൻറ്റ്. അങ്ങനെ അബ്രഹ അവിടെ ഈ മക്കയുടെ പരിസരത്ത് വന്ന് അൽ മഗ്മ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത്, അവിടെ വന്ന് അവർ ആദ്യം സ്റ്റോപ്പ് ചെയ്ത് ക്യാമ്പ് ചെയ്ത്, എന്നിട്ട് അവിടെ നിന്ന് ഈ പടയാളികളെയും ആർമിയും ഒക്കെ ശരിയാക്കിയിട്ട് ഒന്ന് ഓർഡറിലാക്കിയിട്ട് അയാൾ മക്കയിലോട്ട് കാബയിലോട്ട് മാർച്ച് ചെയ്ത്.
എന്നിട്ട് മുഹസ്സിർ വാലി ഒരു താഴ്വരയിൽ അവിടെ വന്നപ്പം അബ്രഹാടെ ഈ ആന മൂവ് ചെയ്യത്തില്ല. ആന ഇരുന്നു പോയി. ആന ഒരു കാരണവശാലും മുമ്പോട്ട് പോകാൻ തയ്യാറായില്ല. അങ്ങനെ ഈ ആനയെ ഈ മറ്റ് കാബയുടെ ഡയറക്ഷനിൽ നിന്ന് മാറ്റി വടക്കോട്ടാക്കിയാൽ ആന മൂവ് ചെയ്യും, അല്ലെങ്കിൽ തെക്കോട്ടാക്കിയാൽ മൂവ് ചെയ്യും, കിഴക്കോട്ടാക്കിയാൽ മൂവ് ചെയ്യും. പക്ഷേ ഇങ്ങോട്ടേക്ക് മക്കയിലോട്ട് പോകാനുള്ള ഡയറക്ഷൻ തിരിഞ്ഞ ആന മൂവ് ചെയ്യത്തില്ല. അങ്ങനെ ആന അവിടെ സ്റ്റക്കായി. അവിടെ വെച്ച് പടച്ചവൻ ഖുർആനിൽ പറയുന്നുണ്ട്, വളരെ ചെറിയ സൂറയാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂറ അൽ ഫീൽ എന്ന് പറയുന്ന സൂറയിൽ പടച്ചവൻ പറയുന്നുണ്ട്, പക്ഷികളെ, അബാബീൽ എന്ന് പറയുന്ന പക്ഷികളെ, അത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ കുരുവികൾ പോലെയുള്ള ചെറിയ പക്ഷികൾ, അവരെ പടച്ചവൻ അയച്ചു. ഓരോ പക്ഷിയുടെയും ചുണ്ടിൽ ഒരു കല്ല്, അവരുടെ കാലുകളിൽ ഓരോരോ കല്ല്, 3 കല്ലുകൾ, ഓരോ പക്ഷിയുടെയും കൂടെ 3 കല്ലുകൾ. എന്നിട്ട് ഈ പക്ഷികൾ ഈ ആൾക്കാരുടെ, ഈ പടയാളികളുടെ മുകളിലേക്ക് അത് ഈ അമ്പ് എയ്യുന്ന പോലെ ആ കല്ലുകൾ വർഷിക്കാൻ തുടങ്ങി. അങ്ങനെ അബ്രഹായുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരുടെയും കയ്യും കാലും അറ്റുപോയി ഈ കല്ലിൻ്റെ ഇത് അറ്റാക്കിൽ. അബ്രഹയ്ക്കും അറ്റാക്ക് വന്നു. അബ്രഹയ്ക്കും ഇഞ്ചുറി സംഭവിച്ചു. അയാളുടെ ഇൻഫെക്ഷനായി അയാളുടെ വിരൽ മുറിക്കേണ്ടി വന്നു. എന്നിട്ട് ആ ബാക്കിയുള്ള പടയാളികൾ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പലരും അവിടെ നിന്ന് മരിച്ചും പോയി. അങ്ങനെ അബ്രഹയുടെ ഈ പദ്ധതി നടന്നില്ല. അബ്രഹ ഇത് അബാൻഡൻ ചെയ്ത് തിരിച്ച് യമനിലെത്തി വലിയ താമസം കൂടാതെ ഈ ഇൻഫെക്ഷൻ കാരണമായിട്ട് അയാൾ അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം, ഒരു ഭയങ്കരമായ സംഭവം ഇത് അബ്ദുൽ മുത്തലിബിൻ്റെ ലൈഫിലുണ്ടായി. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം ആ പരിസരത്തിലുള്ള, അതായത് അറബ് നാട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഈ കാബ എന്ന് പറയുന്ന സംഭവം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അല്ലെങ്കിൽ ഈ പക്ഷികൾ വന്ന് ആനയുടെ പടയെ, അതും ഈ പടയാളികളും ആനയും അബ്രഹയുടെ സൈന്യവും വരുന്നത് അറിഞ്ഞിട്ട് ഈ അവിടെ മക്കയിലെ വാസികൾ, അബ്ദുൽ മുത്തലിബും ബാക്കിയുള്ള മക്കയിലെ വാസികൾ, ഇവർക്ക് ഡിഫൻസ് ഇല്ല. ഈ 60,000 ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശക്തിയൊന്നും അവർക്കില്ല. ഇവർ എല്ലാവരും മക്ക വിട്ട് ദൂരസ്ഥലങ്ങളിൽ മാറി, പല ആൾക്കാരും പർവ്വതങ്ങളിൽ കയറി അവരവിടുന്ന് മക്ക കാലിയാക്കി കൊടുത്തു. അതായത് ഇവർ എന്ത് വേണം ചെയ്തോട്ടെ, കാരണം ഇവർ ഡിഫെൻഡ് ചെയ്യാൻ യാതൊരു വഴിയില്ല. പടച്ചവൻ ഡിഫെൻഡ് ചെയ്തു. എന്നിട്ട് രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഇത് നടക്കുന്നത് മുഹറം എന്ന് പറയുന്ന അറബി മാസത്തിലെ ആദ്യത്തെ മാസമാണ്. അറബി ഈ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ് മുഹറത്തിലാണ് ഇത് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് തൊട്ട് മുമ്പ് അങ്ങനെ വലിയൊരു സംഭവം, അതായത് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യൻ, അതായത് ഭയങ്കരമായ പദവിയുള്ള, അള്ളാഹുവിൻ്റെ ഹബീബായ വലിയ പദവിയുള്ള ഒരു മനുഷ്യൻ്റെ വരവിന് മുമ്പായിട്ട് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നു. ഇത് ഒരു സ്പെഷ്യൽ ഈവൻ്റാണ്. ദുനിയാവിൽ ഇതുപോലെ വേറെ എവിടെയും നടന്നിട്ടില്ല. അപ്പോൾ അറബികൾക്ക് മനസ്സിലായി ഈ കാബ എന്തോ ഒരു വലിയൊരു സംഭവമാണ്, ഇത് പ്രൊട്ടക്റ്റഡാണ്, ഇത് സാധാരണ സംഭവമല്ല, പടച്ചവൻ്റെ ദൃഷ്ടിയിൽ സ്ഥാനമുള്ളൊരു സ്ഥലമാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷം അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനായ അബ്ദുള്ളയെ അവിടുത്തെ ബനി സഹ്റ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ തലവൻ്റെ മകളായ ആമിനയുമായിട്ട് കല്യാണം കഴിപ്പിച്ചു. അബ്ദുള്ള 25 വയസ്സേ ആ സമയത്ത് പ്രായമുള്ളൂ. അബ്ദുള്ളയെ 2 ഡിഫറെൻറ്റ് വേർഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, അബ്ദുള്ളയെ അബ്ദുൽ മുത്തലിബ് ഈന്തപ്പഴം വാങ്ങിക്കാനായിട്ട് മദീനയിലോട്ട് അയച്ചു. അതല്ല, വേറൊരു വേർഷൻ പറയുന്നത് അബ്ദുള്ള സിറിയയിലേക്ക് കച്ചവട ആവശ്യത്തിനായിട്ട് ട്രാവൽ ചെയ്തു. ഈതർ വേ അബ്ദുള്ള മദീനയിൽ വെച്ച് മരിച്ചു. 25 വയസ്സേ അബ്ദുള്ളയ്ക്ക് പ്രായമുള്ളൂ. അബ്ദുള്ള മരിക്കുമ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനനത്തിന് 2 മാസം മുമ്പാണ് അബ്ദുള്ള മരിക്കുന്നത്. അങ്ങനെ അബ്ദുള്ള വലിയ സ്വത്തും കാര്യങ്ങളൊന്നും ഇട്ടിട്ടല്ല പോയത്. അബ്ദുള്ള മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 5 ഒട്ടകങ്ങൾ, കുറച്ച് ആടുകൾ, പിന്നെ ഒരു സ്ത്രീ, ഒരു സെർവൻ്റ്, ബറക്ക എന്നാണ് പേര്, ഐമൻ എന്ന് പിന്നെ അറിയപ്പെട്ടിരുന്നു.
ഇത് ഈ സ്ത്രീ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, ഇവർ പ്രവാചകൻ്റെ ലൈഫിൽ വളരെയധികം സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിൽ പ്രവാചകൻ്റെ ജനനം മുതൽ നമ്മൾ തുടങ്ങും. ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് പ്രവാചകൻ്റെ കുടുംബം, വാപ്പയുടെ വാപ്പ, അതിന് മുമ്പുണ്ടായിരുന്ന ഹാഷിം, അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഇവരെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. മക്കയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സംസമിൻ്റെ കാര്യം, അബ്രഹായുടെ ആനപ്പടയുടെ കാര്യം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതായത് ഞാൻ പോകുന്ന സ്പീഡ് കൂടുതലാണോ അതല്ല സ്പീഡ് കുറവാണോ, ഇതിനകത്ത് എന്താണ് മിസ്സിങ്, എന്താ ആഡ് ചെയ്യണം എന്നുള്ളത് പറയാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിക്കുന്നത് ഈ ബുക്ക് ആസ്പദമാക്കിയിട്ടാണ്. ഇത് ദ സീൽഡ് നെക്ടർ എന്ന് പറയുന്ന സഫിയുർ റഹ്മാൻ മുബാറക് പുരി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അവാർഡ് വിൻ ചെയ്തിട്ടുള്ള ബുക്കിൻ്റെ അതിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.